ട്രെയിലർ എന്താണ് ഒരു സിനിമയുടെ ട്രെയിലർ അല്ലെങ്കിൽ ഒരു ആഡിൻ്റെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സിനിമേൻ്റെ ട്രെയിലറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. 1962 ഒരു ഇംഗ്ലീഷ് ഫിലിമിലാണ് ആദ്യമായിട്ട് വന്നത്. പ്ലഷർ സീക്കർ എന്ന് പറയുന്ന ഒരു പടത്തിലാണ് ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ, ഒരു 3 ലേഡീസ് പ്രൊട്ടോഗണിസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പടമാണ്. അപ്പം ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡയറക്ടർ കണ്ടുപിടിച്ചൊരു മെത്തേഡാന്ന് പറഞ്ഞിട്ടാണ് കാണാൻ കഴിഞ്ഞത്. കാരണം ഇയാൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമേൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത്, ഇപ്പോഴത്തെ ട്രെയിലർ പോലെയല്ല, അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ലീക്ക് ചെയ്ത് അതൊരു അഡ്വർടൈസ്മെന്റ് പോലെ അയാൾ ഉപയോഗിച്ചു. അതിനുശേഷം ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ട്രെയിലർ എന്നുള്ള ടേമിലല്ല ഔട്ട് ചെയ്യപ്പെട്ട് അയാള് ലീക്കായ പോലത്തെ ഒരു സാധനമാണ് ഈ വിഷ്വൽസ് കാണാന്നുള്ളൊരു. അതെ അതെ അതെ, എന്താണ് ഈ സിനിമ എന്നുള്ളൊരു സാധനം. അപ്പൊ ഈ ട്രെയിലർ പൊതുവെ ഇറക്കുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് പോലെയാണ് അല്ലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ആക്കുന്നതാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു സാധനം, ആ ഒരു സാധനം പോകും. സിനിമ ഒരു കൊമേഴ്ഷ്യലി റോക്ക് സ്റ്റാർ ഗെയിമിംഗ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അതാണ്. ഒരു റൂമേഴ്സ് ഓരെന്നെ പുറത്തു വിടുന്ന കാര്യങ്ങളാണ്, സാധനങ്ങളൊക്കെ ഓരോ ഓഫീസിൽ തന്നെയാണ് ശരിക്കും വരുന്നത്. പക്ഷെ കൂടുതൽ ആൾക്കാർ അതിനെ പറ്റി അറിയുന്നില്ല. അതന്നെ ആയിരിക്കും ഈ ഐഫോൺസിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറെ റൂമേഴ്സ് ബ്രാൻഡ് തന്നെ ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതേപോലെയൊക്കെ ഇയാളെ സിനിമ ഫസ്റ്റ് ഇറക്കിയ സമയത്ത് ഇയാളൊരു ഐഡിയ കണ്ടുപിടിച്ചാണ്. പിന്നെ ഇപ്പം ട്രെയിലേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര, ട്രെയിലർ ഇല്ലാതെ ഇറക്കുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. ചില സിനിമകൾക്ക് ട്രെയിലറുകൾ ഉണ്ടാവില്ല, അങ്ങനത്തെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ലിജോന്റെ പടങ്ങൾ തന്നെ മുമ്പ് ട്രെയിലർ ഇല്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കാം, ഫാക്ട് ചെക്ക് ചെയ്യാം, ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഡയറക്ടേഴ്സ് ഉണ്ട്. ട്രെയിലർ ഇല്ലാത്ത പടങ്ങൾ ഇറക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് മലയാളത്തിൽ തന്നെയുണ്ട്. അല്ലാതെ ഇപ്പൊ ട്രെയിലർ എന്ന് പറയുന്ന സമയത്ത് അന്ന് ഇതുപോലൊരു പരീക്ഷണ വസ്തുവായിട്ട് വന്ന ഒരു സാധനം ഇപ്പം കൊമേഴ്ഷ്യലി ബാധിക്കാൻ തുടങ്ങി. ലൈക്ക് ഇപ്പൊ അതെ, ട്രെയിലർമ കളിച്ചു കഴിഞ്ഞാലാണ് ഫിലിം വിജയിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാലിബനിൽ ട്രെയിലർ കണ്ടപ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഉറപ്പിച്ചത് ഇതൊരു എന്തോ ഒരു സംഭവമാണ്. അതിൽ പ്രസന്റ് ചെയ്യുന്ന രീതി തന്നെയാണ് ട്രെയിലർ. അതായത് ട്രെയിലറിൽ ഉണ്ടാകുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പടം എന്താണെന്നാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ട്രെയിലറിൽ വരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ പറ്റിയിട്ടുള്ള ഒരു പടമാണെന്ന് കറക്റ്റ് കൊടുക്കേണ്ടത്. അതിനെ മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് പടം ഫ്ലോപ്പായി എന്നൊക്കെ പറയുന്നത്. ചില സമയത്ത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വാലിബലിൽ സംഭവിച്ചതായിരിക്കും. മെമ്പേഴ്സ് പറഞ്ഞ ഒന്ന് ക്രൂവിന്റെ മെമ്പേഴ്സിന്റെ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രെയിലർ തന്നെയാണ്. ട്രെയിലർ ഭയങ്കര മാസ്സായിട്ടാണ് കാണിച്ചാൽ. പിന്നെ ഡിസൈനും അതിലൊക്കെ ഓരോ പോസ്റ്റേഴ്സ് ഒക്കെ കാണാനാണെങ്കിൽ കുറേ ക്യാരക്ടേഴ്സിനെ കാണിച്ച് കുറേ ക്യാരക്ടേഴ്സിനെ അങ്ങനെ കാണിക്കണമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നത് കണ്ടപ്പോൾ. ഒരു റൗണ്ട് ഇതിൽ വരുന്ന പിക്ചറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കാണുമ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു ഫൈറ്റിൻ്റെ സീനൊക്കെയാണ് പോസ്റ്ററിൽ വന്നിട്ടുള്ളത്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ മോഹൻലാലിൻ്റെ ഒരു മാസ് സീനായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിലത്തെ ആക്ട്രസിനെല്ലാം കാണിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സീനാണ് ഉണ്ടായത്. അങ്ങനത്തെ ഒരു മിക്കവാറും ഈ പറഞ്ഞ വാലിബലിൽ പറ്റിപ്പോയതും ഇതൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഇനിയിപ്പോൾ നമുക്കിനെ മറ്റൊരു സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് ഇവർ ആദ്യം പ്രസന്റ് ചെയ്തത് ഇതൊരു കഥ ബുക്ക് പോലത്തെ ഒരു കഥയാണ്. അതിൽ ലിജോ പറയുന്നത് എനിക്ക് തോന്നുന്നത് പടം ഇറങ്ങിയതിന് ശേഷമാണ് ലിജോ പറയുന്നത് ഇതൊരു കഥയാണ്, ഒരു മുത്തശ്ശി കഥയാണ് എന്നൊക്കെ പറയുന്നത്. മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് വേണ്ട രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. അതായത് പബ്ലിക്കിലേക്ക് ആ സാധനം എത്തിയിട്ടില്ല. അതാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഷാമിൽ ഇപ്പൊ ആ പടത്തിന് വേണ്ടി ഒരു ട്രെയിലർ ഉണ്ടാക്കുകയാണെങ്കിൽ ഷാമിൽ എങ്ങനെ ആയിരിക്കും ചെയ്യാ? അല്ല, അതിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല ഫിലിമിൽ ചിലക്ക് എന്താ സംഭവിക്കണെന്ന്. ചിലപ്പോൾ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം മാർക്കറ്റിംഗ് ഫിലിമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏജൻസീസ് എടുക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവരായിരിക്കും ചിലപ്പോൾ പ്ലാൻ ചെയ്യുക ഈ പടം എങ്ങനെ ആളിലേക്ക് എത്തുന്നത്, ഇതിനു വേണ്ടി എന്തൊക്കെ ബസ്സുകൾ വരുന്നുള്ള സാധനങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് ഒരുപാട് ബസ് കൊണ്ടുവരും. അന്ന് മൈത്രി അവരാ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇതൊരു കൊമേഴ്ഷ്യൽ പടം ആയതുകൊണ്ട് തന്നെ അതിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് റിട്ടേൺ കിട്ടുക എന്നുള്ളത് ഒരു കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ ഓരോതായിട്ടുള്ള രീതിയിലുള്ള പ്രൊമോഷൻസ് നടന്നിട്ടുണ്ട്. ആ പ്രൊമോഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ മോഹൻലാലിന്റെ പടം എന്ന് പറയുമ്പോൾ എല്ലാവരും പോയി കാണൂലേ? അങ്ങനെ ഒരു
ഇല്ലാത്തൊരു സാധനം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് എങ്ങനെ ട്രെയിലർ ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും ലൈക്ക് നമ്മൾ ഏറ്റവും അടിപൊളി സീനൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ട്രെയിലറിലാണെങ്കിലും മോഹൻലാലിന്റെ പല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അലോൺ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഭയം കൊണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. കറണ്ട് ഫോം ചിലപ്പം സംശയിക്കും. ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാം. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതാ കേട്ടോ. വാലിബന്റെ പോസ്റ്റർ ഇത് ഞാൻ ചെയ്ത പോസ്റ്റർ. ഇത് നിൽക്കായിട്ടാ ബ്രേക്ക് ഡൗൺ ആയിട്ടൊന്നുമില്ല. ലൈക്ക് ഇപ്പോ എന്താ പറയാ, ഈ പടം ഇങ്ങനെ ഇറക്കുകയാണെങ്കിൽ ആൾക്കാര് ഒരു പക്ഷെ എന്തായിരിക്കും വിചാരിക്കാം, ഇങ്ങനെ ഇറക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വെറുതെ ഇരുന്നപ്പോ ചെയ്തതാ, അല്ല സംഭവം എന്താ അറിയോ, ഞാൻ വിചാരിച്ചതാ അവര് പോസ്റ്റർ എല്ലാം നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. പടം റിലീസ് ചെയ്തൂടെ? റിലീസ് ചെയ്യാം. ഇത് ഇപ്പൊ ഈ സാധനം ഓൻ്റെ ഒരു ആയുധാണ്. അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ആദ്യം കാണിക്കായിരുന്നു. പിന്നെ ഒന്നും കൂടെ മിനിമൽ പോസ്റ്റേഴ്സ് ആണെങ്കിൽ അമർ ചിത്രകഥ മിനിമൽ ആണോ? മിനിമൽ എന്നുള്ള രീതിക്കല്ല, അമർ ചിത്രകഥ മാസായിട്ടാ കാണിച്ച. അതിന്റെ പോസ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മോഹൻലാലിന്റെ സെൻട്രിക് ആയിട്ട് ഭയങ്കരമായിട്ട് കാണിച്ച്. മോഹൻലാലിന്റെ കഥയാണ്, പക്ഷെ മോഹൻലാൽ അതായത് രണ്ട് ഫോമുണ്ട്. അമർ ചിത്രകഥയിൽ എങ്ങനെയാണോ ഒരു ക്യാരക്ടറിനെ കാണിക്കേണ്ടത് അത് കറക്റ്റ് ആയിട്ട് ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് അതേപോലെ തന്നെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ വിജയിച്ചത്. പക്ഷെ പബ്ലിക്കിലേക്ക് ഈ സാധനത്തിന് എത്തിച്ചത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ കാണിക്കുന്ന പോലെ കാണിച്ചു അല്ലെ. അതായത് ലാലേട്ടന്റെ ഇൻട്രോ അങ്ങനെയാ പറയുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം മാസാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോ ബ്രഹ്മയുഗത്തിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടി പറഞ്ഞെന്താ, നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് സംസാരിച്ചിട്ടുണ്ട്, എക്സ്പെക്ട് ചെയ്യാതെ പോയി കാണണം. എക്സ്പീരിയൻസ് ആണ് ഡയറക്ടർ അടുത്തുനിന്ന് വന്നിട്ടുണ്ട് പറയുന്നുണ്ട്. അല്ല മോഹൻലാലിന്റെ വേറെ കാര്യം ഉണ്ട്, ലിജോ മോഹൻലാലും തമ്മിലുള്ള കോംബോ ആ സാധനം വന്നിട്ടുണ്ടാവും. എക്സ്പെക്ടേഷൻസ് ഒരു കില്ലറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ, നൻപകൽ നേരത്ത് മയക്കം. അത് അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടും എന്നുള്ള ഒരു സാധനമുണ്ട്. അത് അങ്ങനല്ല, ലിജോന്റെ ഇങ്ങനത്തെ പടമുണ്ട്, ഇങ്ങനത്തെ പടമുണ്ട്. അങ്കമാലി പോലത്തെ അല്ലെങ്കിൽ ചൂലി പോലത്തെ. കൺസേൺ എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാ, ഈ വാലിബന്റെ അകത്ത് എനിക്ക് ഭയങ്കര തോന്നി. കാരണം ഇയാള് പറയാ, അതായത് മോഹൻലാൽ ചാടുന്നൊക്കെ എന്താ ഒരുമാതിരി ചാട്ടം, ഇങ്ങനെയാണോ ശരിക്കും ചാടുക? എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ, ജല്ലിക്കെട്ട് മൂപ്പര് ഡയറക്ട് ചെയ്ത പടം, അതിൽ നിന്ന് കിണറ്റിലേക്ക് ചാടുന്ന ഒരു സീൻ, ആ സീൻ എക്സ്ട്രീം റിയലിസ്റ്റിക് ആയിട്ടാണ്. ആ ടൈമില് ക്രിട്ടിക്സ് ഒരു ടൈപ്പ് ഓഫ് ക്രിട്ടിക്സ് ഇയാള് പ്രകൃതി ഒരു ജല്ലിക്കെട്ടും അങ്കമാലിയും ഒക്കെ ആ ടൈമില് വന്ന ടൈമില് ലിജോ ഒരു പ്രകൃതി ഡയറക്ടറെ പറഞ്ഞിട്ട് പുച്ഛിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ ആൾക്കാരാണ് ഇയാള് കോമിക്ക് കാണിക്കുമ്പോ ഇങ്ങനെയാണോ ഇത്. അതെ, ഇതിലുള്ള സംഭവം എന്താണെന്നറിയോ, ഒരു കിണറ്റിലേക്ക് വീഴുന്നത് അത്രയും നാച്ചുറൽ ആയിട്ട് എടുത്തൊരു ഡയറക്ടർ, അല്ലെങ്കിൽ അങ്കമാലി പോലത്തെ പടത്തില് അത്രയും റോ ആയിട്ട് ഫൈറ്റ് എടുത്തൊരു ഡയറക്ടർ ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റിൽ ഒരു പടം എടുക്കുമ്പോൾ മോഹൻലാലോ അതിന്റെ വില്ലനോ ചാടുന്ന സമയത്ത് റിയലിസം ചെയ്യാതിരിക്കുവോ? അതിന് കാരണം എന്താ, ഈ പടം ഒരു അമർ ചിത്രകഥ പോലത്തെ പടമാണ്. നമ്മളിപ്പോ പണ്ട് കണ്ട അമർ ചിത്രകഥ, അതിലൊക്കെ ഹീറോ അല്ലെങ്കിൽ അതിന്റെ വില്ലൻ ചാടുന്നത് വരക്കുന്ന എങ്ങനെ ഉണ്ടാവാ, ഇങ്ങനെ ഒരു ഫ്രെയിം അതിൽ കാണിക്കും. അതാണ് അതേപോലെ റീക്രിയേറ്റ് ചെയ്യാനാണ്. അല്ല, എനിക്ക് സിനിമ കണ്ടിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ പണ്ട് കഥാപുസ്തകത്തിൽ വായിച്ച മറന്ന ക്യാരക്ടേഴ്സ് ആണ്. ബാലരമ ചിത്രകഥ വരുന്ന ആൾക്കാർ നമ്മൾ ഒരു തവണ റീഡ് ചെയ്ത ആൾക്കാർക്ക് കൂളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതില് മോഹൻലാൽ ഒന്നിച്ചുള്ള മോഹൻലാലിന്റെ അനിയന് ആയിട്ടുള്ള ആളും പിന്നെ ഈ ലൈക്ക് ഫസ്റ്റിൽ തന്നെ ഒരു കേളുമല്ലെന്ന് പറഞ്ഞിട്ട്, കേളുമല്ലല്ല ഫസ്റ്റിൽ ഒരു ഗത എടുത്തിട്ട് അടിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, നമ്മളതിൽ കണ്ടത് ഇയാൾ കൊണ്ട് ഓടി വന്നു പറയുന്ന സാധനം ഈ കഥാപുസ്തകത്തിൽ അമർ ചിത്രകഥയിൽ വായിച്ച സാധനമാണ് ഇയാൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. എന്നെ കണക്ട് ചെയ്തൊരു സംഭവമുണ്ട് ഈ പടത്തിലുണ്ടല്ലോ. ഞാൻ പണ്ട് ഈ തെന്നാലി രാമന്റെ കഥകളൊക്കെ വായിക്കാറുണ്ടായിരുന്നു ചെറുതായിട്ട്. എൻ്റെ അടുത്തൊരു കോമിക് ബുക്ക് ഉണ്ടായിരുന്നു.
അപ്പൊ അതിന്റെ അകത്ത് ഈ പറയുന്ന പോലെ ബാണ്ടക്കെട്ടുമായിട്ട് അയാള് ബാണ്ടക്കെട്ട്. കൊട്ടാരത്തിലേക്ക് ഈ സാധനമൊക്കെ ആ words, അന്ന് ഞാൻ കണ്ട കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അതായത് ബാണ്ടക്കെട്ട്, ചന്ത, പിന്നെ കാളവണ്ടി, ഈ പിക്ചേഴ്സ് ഒക്കെ എനിക്ക് കാണാൻ വേണ്ടി പറ്റി. അതായത് എന്റെ മൈൻഡിലുള്ള പിക്ചേഴ്സ് ഞാൻ എവിടെയൊക്കെയോ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്, മറന്ന സാധനങ്ങള് എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, ഇല്ല ഞാൻ ഇമാജിനേഷൻ ചെയ്താണോ അറിയില്ല. ആ സാധനത്തിനൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റി. അതായത് എനിക്ക് ആ ഒരു സാധനം എക്സ്പെക്ട് ചെയ്ത ഒരു സാധനം കണ്ടപ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും എനിക്ക് അതിനോടൊരു സാധനമൊക്കെ തോന്നിയത്. ആ ഒരു സാധനം കണ്ടപ്പോഴാണ് എന്നെ എക്സൈറ്റ് ചെയ്തത്. ആ ഒരു എലമെന്റ് അങ്ങനത്തെ ടേംസ് കൊണ്ടുവരുന്നതിൽ 100% ലിജോ വിജയിച്ചിട്ടുണ്ട്. കാരണം ഈ ആർട്ടിന്റെ അതില് മാത്രല്ല വണ്ടി കൊണ്ടുപോകുന്ന സീനില്ല, ഇയാള് വണ്ടിച്ചക്രം ഉരുണ്ട് തുടങ്ങി, വെള്ളക്കി, ചിന്നപ്പയ്യ ഓഡിയോ ആ ഒരു സാധനം, കാളയന്മാര് നടന്നു തുടങ്ങി, ഇതൊക്കെ വേണമെങ്കിൽ പ്രകൃതി രൂപത്തിൽ പറയാം. പിന്നെ നോർമലായിട്ട് പറയാം, കൂളായിട്ട് പറയാം. ലിജോനെ കൊണ്ട് നടക്കും, ഇത് പറയിപ്പിക്കാന്ന് നടക്കും. പക്ഷെ കഥപുസ്തകം അങ്ങനല്ല പറയാ. പക്ഷെ കഥപുസ്തകത്തിൽ വരുന്ന സാധനം കൺവേ ആക്കാൻ അങ്ങനല്ല പറയാ. അതാണ് അതായത് ഒരു ഡയറക്ടർ അയാള് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അയാള് വിചാരിച്ച രൂപത്തിൽ കൺവേ ആയിട്ടില്ലെങ്കിലാണ് ഒരു പടം ഫ്ലോപ്പ് ആവുന്നത്. ഇതങ്ങനല്ല. ഇത് അയാളൊരു അമർചിത്ര കഥ കാണിച്ചു തരാൻ വിചാരിച്ചു, പെട്ടെന്ന് രാത്രിയാവുന്ന സീന് രണ്ടാൾക്കാരെ വന്ന് വിളംബരം നടത്തിയിട്ട് ഇങ്ങനെ ചെണ്ട കൊട്ടിയിട്ട് ഇത് അറിയിച്ച് കൊടി കുത്തി എന്നുള്ള സീനൊക്കെ അയാള് ബുക്ക് വായിക്കുന്ന മാതിരി തന്നെ നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ ഈ സിനിമ ഒരിക്കലും പരാജയമല്ല, വിജയാണത്. ഡയറക്ടർ വിജയാണ്. ഇവിടെ പരാജയപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പ്രൊമോഷൻസ് ആണ്, മിസ്കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഒരു ബാലരമയോ ഒരു അമർചിത്ര കഥയോ വായിക്കാത്ത ഇഷ്ടംപോലെ ഓഡിയൻസ് ഉണ്ട് ഇവിടെ. അപ്പം ഓരോരുത്തേക്ക് എത്തുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ആ സാധനം റീഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവർ ചിന്തിക്കുന്നുണ്ടാവും, നീ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാൽ ആ മരത്തിന്റെ മേലെ ഇങ്ങനെ ജമ്പ് ചെയ്ത് നിൽക്കുന്നത് പോസിബിൾ അല്ല. ഒരു പ്രകൃതി പടം എടുക്കുന്ന ഒരു ഡയറക്ടറെ പടത്തിൽ അത് പോസിബിൾ അല്ല. അപ്പം ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു പടം കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടാത്ത കൂട്ടം വന്നിട്ടുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ ആർട്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എങ്ങനെയാ ചെയ്തതെന്ന് അറിയില്ല, ചില എലമെന്റ്സ് അതുപോലെ ചെരുപ്പുകള് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടല്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാ എലമെന്റും ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്ക് ഭയങ്കരമായിട്ട് വരച്ച് നോക്കണം, എനിക്ക് ആർട്ടിസ്റ്റിക്കലി എനിക്ക് അതിൽ എക്സ്പെരിമെന്റ് ചെയ്യണം തോന്നിയ കാര്യം, ഈച്ച് ആൻഡ് എവരി ആൾക്കാർക്കും ഓരോ യൂസ് ചെയ്യുന്ന പ്രോപ്സിനും അതായത് എനിക്ക് വരക്കാൻ എല്ലാവർക്കും ഓർക്ക് മാത്രമല്ല ഓരോ കൂടെയുള്ള സാധനങ്ങൾക്ക് ഓരോ ഈ ചെങ്ങായിന്റെ ഡ്രം ആണെങ്കിലും ഇവന് അതിന്റെ ഒരു ഷേപ്പും അതിന്റെ കാര്യങ്ങളും കുറെ കാലമായിട്ട് ഒരു വലിയ വൃത്തിയൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യുന്ന സാധനമാണെന്നുള്ളത് കറക്റ്റ് ടൈമിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അതേ സാധനം ഇവരെ രണ്ടാളത്തും ബുള്ളോ കാർഡ്സില് രണ്ടാളും വണ്ടിയില്ല, മോഹൻലാലിന്റെ വണ്ടിയും മറ്റേ ഓന് രണ്ടാമതൊരു പെണ്ണ് കെട്ടിയിട്ട് ഇവരെ കൊണ്ട് ഈ എന്താണ് എന്ത് കാള പോര് കാളകൾക്ക് പറഞ്ഞിട്ട് ഇവർക്ക് സെപ്പറേറ്റ് 2 കാളനെ കൊടുക്കുന്നത്. ആ വണ്ടിക്ക് പ്രത്യേകത ഉണ്ട്, അത് ചെറിയ വണ്ടിയാണ്, അതിന്റെ ഇന്റീരിയർ ഭയങ്കര ചെറുതാണ്. മോഹൻലാലിന്റെ വെച്ചാൽ ഒരു മല്ലൻ പോകുന്ന വണ്ടിയാണല്ലോ അതിന് പുറമെ കാണുന്നുണ്ട്. ഫൈറ്റ് ഇയാൾ ഫൈറ്റിന് പോകുന്ന ഒരാളാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് ഒരു പോസ്റ്റർ. അതേസമയം മറ്റേ രംഗപട്ടണം രംഗറാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ അതൊരു ഡാൻസർ ആണ്, അതൊരു സെലിബ്രിറ്റി ലെവലിൽ അതിനൊരു ഭയങ്കര ഗ്രീൻ റെഡും വന്നിട്ട് കറക്റ്റ് ആ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അത്രയും ഡീറ്റെയിലിംഗിൽ അത്രയും റിസർച്ച് നടത്തിയിട്ട് ചെയ്തൊരു പടാണത്. ശരിക്കും ഭയങ്കര റിസ്ക് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടാവും. ആർട്ട് 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത്. അതേപോലെ എനിക്ക്